ഇനി മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം. രാത്രിയിൽ പിന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. സ്മെല്ലുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റാറില്ല. അതുകൊണ്ട് രാത്രിയിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കുട്ടികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ആശ്വാസമാണ്. അവർക്ക് പഠിക്കാനൊന്നും പറ്റില്ല സ്മെല്ലുകൊണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു ആശ്വാസം, എല്ലാവർക്കും മൊത്തത്തിലൊരു ആശ്വാസമായിട്ട് സന്തോഷം കൊണ്ടുള്ള പ്രകടനമാണ്. ഈ ഒരു 4000-ഓളം കുടുംബങ്ങളുടെ കണ്ണുനീരിന് ഫലം കിട്ടിയിരുന്നു ഇന്നലെ. അതിന് അങ്ങനെയുള്ള ഒരു വിധിയാണ് ദൈവത്തിൻ്റെ കോടതിയിലെ നീതി നടപ്പാക്കിയെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടു 6-7 വർഷത്തോളമായിട്ട്. സ്മെല്ല് വന്നിട്ട് പലർക്കും അസുഖങ്ങളാണ്. ചെറിയ മക്കൾ പോലെ ഇൻഹേലർ ഉപയോഗിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു മാറ്റം വന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഈ നാട് വിട്ടു പോകുക. അപ്പം ഞാൻ ചോദിച്ചു, വീട് വിറ്റാൽ ആരെങ്കിലും മേടിക്കുമോ? ഇല്ല, എങ്കിലും എനിക്ക് ഇവിടുന്ന് പോകണം. കാരണം എൻ്റെ മക്കൾക്കൊക്കെ അസുഖങ്ങൾ ഓരോരുത്തർക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ തന്നെ പറഞ്ഞത് നിങ്ങൾ ആ നാട് വിട്ടു പോകാനാണ് പറഞ്ഞത്. കാരണം കുട്ടികൾക്കിടെ അലർജി മാറണമെങ്കിൽ ആ നാട്ടിൽ നിന്ന് പോകണമെന്ന്. അപ്പോൾ അതിനൊക്കെ അറുതി വന്നിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച നമ്മുടെ വി.ഡി. സതീശൻ സാറിനും MLA-മാർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ അർപ്പിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഉണക്കമീൻ അടുപ്പിലിട്ടിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ. അത്രയ്ക്ക് സ്മെല്ലാണ് ഇപ്പം അവിടെ. അത്ര ബുദ്ധിമുട്ടില്ല ഞങ്ങളിപ്പോൾ അവിടെ ജീവിക്കുന്നത്. എന്തായാലും മാറ്റം വരും. മാറ്റം വരുത്തണോ? വന്നില്ലെങ്കിൽ ഇവിടുന്ന് തീരുമാനം ഉണ്ടാക്കും. ജീവൻ പോയാലും നമ്മൾ അവിടുന്ന് പോരൂല. ഇനി അത് തുറന്നാല് ജീവൻ പോയാലും നമ്മൾ അത് അവിടെ കിടന്ന് മരിച്ചാലും അത് പൂട്ടിച്ചിട്ട് ഇനി പൂട്ടിയിട്ടുണ്ട്. ഇനി തുറന്നാല് ഞങ്ങള് ശവത്തിന് മേലെ അവർ തുറക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഈ സമരം ഞങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് പൂട്ടുന്നവരെ ഈ സമരത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. വനിതകളായിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ്. കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ നിന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമായിട്ടുള്ള ദിവസമാണ്. ഇനി മുമ്പോട്ടും ഞങ്ങൾ സമരത്തിൻ്റെ കൂടെ തന്നെ. ഈ ഭാഗത്തേക്കെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോലും വളരെ തയ്യാറാണ്. കല്യാണങ്ങളൊന്നും വരുന്നില്ല, പിന്നെ ഒന്നും തന്നെ നടക്കുന്നില്ല. പരിപാടികളൊന്നും നടക്കുന്നില്ല. വിരുന്നുകാർ വീട്ടിൽ വരുന്നില്ല. കുടുംബ ബന്ധങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാണ് ഈ ഒരു ഫ്രഷ് കട്ട് കമ്പനീൻ്റെ പ്രയാസം കൊണ്ട്. ഈ ഭാഗത്തുനിന്ന് ചെക്കന്മാരെ പെണ്ണ് ചോദിച്ചു എന്നാലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലേ? ആ ഒരു സാഹചര്യം ഉണ്ട്. ഒരു പണാധിപത്യത്തിന് മേലെ ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം തന്നെയാണിത്. ഒരു ജനകീയ സമരത്തെ ഒരിക്കലും അടിച്ചമർത്തിങ്ങാഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലായത്. പിന്നെ പുതിയ സർക്കാർ വന്ന ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. സർക്കാർ വരുന്നതിന് മുമ്പ് വി.ഡി. സതീശന് തിരുവമ്പാടിയിലും കൊടുവള്ളിയിലൊക്കെ വന്ന് നമുക്ക് അത്രയും ഉറപ്പ് വന്നു. അതുപോലെ തന്നെ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ പിന്നെ സതീശൻ സാറ് ഞങ്ങളോട് പറഞ്ഞത് 18-അംഗ സംഘം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി സതീശൻ സാറെ മുഖ്യമന്ത്രി ഓഫീസിലെത്തി കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ സന്തോഷമായി തിരിച്ചു പോയിക്കൊള്ളൂ, ഞാൻ വാക്ക് തന്നതല്ലേ, ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് UDF സർക്കാർ. എല്ലാവിധ അഭിനന്ദനങ്ങളും. അതുപോലെ ഞങ്ങളെ MLA PK ഫിറോസ് എത്ര പറഞ്ഞാൽ തീരാത്ത കടപ്പാട് അദ്ദേഹത്തോടുണ്ട്. ഒരു നാടിൻ്റെ മുഴുവൻ കടപ്പാട് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.